ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇത് ബറാത്തിൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം അന്നത്തെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് നമ്മളെ പിടിപ്പായസം ഉണ്ടല്ലോ, അതുണ്ടാക്കുന്നത് ഇവിടെ കറിപ്പായസം എന്നൊക്കെ പറയാം. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊടി കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോന് ഉറക്ക് തെളിഞ്ഞതാണ്, അതിനുള്ള വാശി പിടിക്കുന്നതായത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കുഴച്ച് വെച്ചിട്ട് മോളിപ്പോൾ സ്കൂൾ ബസ് വരും, അപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് റോഡിൽ കയറിയിരിക്കണം. അപ്പോൾ അവിടെ കയറി നിന്നിട്ട് മോളെയും കൂട്ടി വന്നിട്ട് നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ശർക്കര ഉരുക്കിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് ഒരു ഉരുള പോലാക്കിയിട്ട് ഇങ്ങനെ നീട്ടി അങ്ങോട്ട് ഉരുട്ടി കൊടുത്താൽ മതി. ഇങ്ങനെയാണ് കറിപ്പായസത്തിൽ നമ്മൾ ഇതാക്കുക കേട്ടോ. ഇത് മണി ഉരുട്ടുക അല്ലെങ്കിൽ പിടി ഉരുട്ടുക എന്നൊക്കെ പറയും. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കും. പിന്നെ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിവിടെ മേലെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പെട്ടെന്ന് അതൊന്ന് ഉരുട്ടിയിട്ടാട്ടോ. ഈ ഒരു ടൈമിനും ഫ്ലെയിം ഓണായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഇടുന്ന മാവുണ്ടല്ലോ അത് കട്ട പിടിച്ചിട്ട് പിന്നെ അത് പായസമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ അകത്തേക്ക് തന്നെ നമ്മളിങ്ങനെ അത് ഉരുട്ടിയിട്ടുകൊണ്ടേ ഇരിക്കുക മാവ് തീരുന്നത് വരെ. അങ്ങനെ ഇതാ മണി ഉരുട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം പിന്നെ നമ്മൾ നേരത്തെ തേങ്ങയും ഏലക്കായും കൂടിയിട്ട് മിക്സിയിലൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ, അതായത് ശർക്കരയിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ആ മിക്സിൻ്റെ ജാറിലെല്ലാം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടാണ്. അപ്പോൾ ഞാൻ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ആ പായസം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇറച്ചി നുറുക്കിയിട്ട് ഇറച്ചി കറി ആക്കാം കേട്ടോ. അങ്ങനെ എനിക്ക് വൈകുന്നേരം ഇറച്ചി കിട്ടിയേ. അപ്പം അന്നപ്പോൾ തന്നെ ഒന്ന് നുറുക്കാൻ നിൽക്കാം കേട്ടോ. ബീഫ് നുറുക്കിയിട്ട് ഞാനിവിടെ നന്നായി കഴുകിയെടുത്ത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു സ്പൂൺ ഇട്ടിട്ട് അതവിടെ വേവിക്കാൻ വെക്കാം കേട്ടോ. പിന്നെ മക്കൾക്ക് ചായ കൊടുത്ത് ഞാനിതാ കാപ്പിയും പായസമൊക്കെ കുടിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് പാത്രം കഴുകാനുണ്ട്. പാത്രം കൂടി കഴുകി കഴിഞ്ഞാൽ നമ്മുടെ പണിയുടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളായത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.